ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമുക്ക് ഹിന്ദിയില് പാഠ് 11 കോൺ ആര് എന്നാണ്. ആര് എന്ന് ചോദിച്ചാൽ അതില് ഓഡായിട്ടുള്ളത്, അതിൽ എന്താണ്, അതിൽ പെടാത്തത് ആരാണ് എന്നാണ് ചോദ്യം. കോൺ അകേല ഗഡ ഹോത്താ ഹേ. ഇതിൽ നിന്നും വ്യത്യാസമായിട്ടുള്ളത് ഓരോ എന്ത് തന്നിട്ടുണ്ട്, ഓരോ ഗ്രൂപ്പുകൾ തന്നിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ പെടാത്തത് അകേല ഗഡ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറ്റയാൻ ആര്, അതാണ് ചോദ്യം. അപ്പൊ എന്താ തന്നിരിക്കുന്നത്? ഫസ്റ്റ് വൺ ഗസാർ, പിന്നെ കരേല, ഗുലാബ്, ടമാറ്റർ. അപ്പൊ ഒരുപാട് പച്ചക്കറികൾ തന്നിട്ടുണ്ട്. പച്ചക്കറി അല്ലാത്ത സാധനം ഇതിലേതാ? ഗുലാബ്. ഗുലാബ് പറഞ്ഞാൽ എന്താണ്? റോസ്. ഗജർ എന്ന് പറഞ്ഞാൽ കാരറ്റ്. കരേല എന്നാ പറഞ്ഞ എന്താണ്? കരേല എന്ന് പറഞ്ഞ ബിറ്റർ ഗോഡ് അല്ലെ? എന്താണ് അത് പറഞ്ഞ? കൈപ്പയ്ക്ക. ഗുലാബ് പറഞ്ഞ റോസ്. ടമാറ്റർ പറഞ്ഞ ടൊമാറ്റോ അല്ലെ? തക്കാളി. അപ്പൊ എന്താണ്? പച്ചക്കറികളിൽ പെടാത്തത് ഇവിടെ ആരാ നിൽക്കുന്നത്? ഗുലാബ്. റോസ് ആണ് പച്ചക്കറിയിൽ പെടാത്തത്. അപ്പൊ അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സർക്കിൾ ചെയ്യുക. ഓക്കെ, അടുത്ത സെക്ഷൻ നോക്കൂ. തോത്ത, മോർ, ഖൗവ, പേഡ്. അപ്പൊ ഒരുപാട് പക്ഷികളുടെ പേര് തന്നിട്ടുണ്ട്. ആ പക്ഷിയിൽ പെടാത്തത് ആരാണെന്ന് നോക്കുക. എന്നിട്ട് ആ പക്ഷിയിൽ പെടാത്ത ആളെ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. തോത്ത പറഞ്ഞാൽ എന്താണ്? പാരറ്റ് അല്ലെ? മോർ പറഞ്ഞാൽ ആരാണ്? പീകോക്ക്. ഖൗവ പറഞ്ഞാൽ ആരാ? ക്രോ അല്ലെ? പേഡ് പറഞ്ഞ ട്രീ. അപ്പൊ ഇതിലൊന്നും പക്ഷിയിലൊന്നും പെടാത്ത ആളാരാ? പേഡ്. അപ്പൊ പേഡിന് എന്ത് ചെയ്യണം? നിങ്ങള് സർക്കിൾ ചെയ്യണം. അടുത്ത നോക്കൂ. അടുത്തത് കുറെ മൃഗങ്ങളുടെയാണ് തന്നിരിക്കുന്നത്. ഷേർ, പിന്നെ ഗായ്, കുത്ത, ബില്ലി. അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ അതിൽ വളർത്തു മൃഗങ്ങളാണ് മറ്റു മൃഗങ്ങൾ. ഷേർ ആണ് അല്ലാത്തത്. അപ്പൊ ഷേറിന് എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. ഷേർ പറഞ്ഞ ലയൺ, ഗായ് പറഞ്ഞ കൗ, കുത്ത പറഞ്ഞ ഡോഗ്, ബില്ലി പറഞ്ഞ കാറ്റ്. അപ്പൊ വളർത്തു മൃഗങ്ങളിൽ പെടാത്ത ഒരാളാണ് ഷേർ. ഓക്കെ, അടുത്ത നോക്ക്. കുറെ കളേഴ്സ് തന്നിട്ടുണ്ട്. ആ കളറിൽ പെടാത്ത ആളാരാണെന്ന് നോക്കാം. ലാൽ മീൻസ് റെഡ് കളറിനെയാണ് നമ്മൾ എന്ത് പറയാ? ലാൽ. നെൽ പറഞ്ഞ ടാപ്പ് അല്ലെ? ടാപ്പാണ് നെൽ. പീല പറഞ്ഞ യെല്ലോ. ഹര ഗ്രീൻ. അപ്പൊ ഇത്രയും കളേഴ്സിൽ നിന്നും വ്യത്യാസമായിട്ടുള്ളത് ഏതാ? നൽ പറഞ്ഞ ടാപ്പ്. അടുത്ത നോക്കൂ. കിതാബ്, ഐനക്, ലഡ്ക, ഗഡി. അപ്പൊ ഇതിൽ നിന്ന് ബാക്കി എല്ലാം സാധനങ്ങളാണ്. അതിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള ആരാണ്? ലഡ്ക അല്ലെ? അപ്പൊ കിതാബ് പറഞ്ഞ ബുക്ക്, ഐനക് സ്പെക്ടക്കിൾ, പിന്നെ അടുത്തത് ലഡ്ക പറഞ്ഞ ബോൾ, ഗഡി പറഞ്ഞ വാച്ച്. അപ്പൊ ഇതിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള ആളാരാ? ലഡ്ക. അപ്പൊ ലഡ്കന് എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യാം. അപ്പൊ പേജ് നമ്പർ 31 എടുക്കുക. അതിൽ നോക്കൂ. രേഖ കിഞ്ചുകർ ചോടു. നിങ്ങൾ എന്ത് ചെയ്യണം? പച്ചക്കറി ആണെങ്കിൽ പച്ചക്കറികളുടെ നേർക്ക്, പിന്നെ ബദങ് എന്ന് പറയുമ്പോൾ അതേതാണ്? പക്ഷിയാണോ, കളറാണോ, പിന്നെ എന്താണ്? വെജിറ്റബിൾ ആണോ, മൃഗമാണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോന്നും മാച്ച് ചെയ്യുക. അപ്പൊ കരേല പറഞ്ഞാൽ ഏതിൽപ്പെടും? സബ്ജി പറഞ്ഞാൽ എന്താണ്? വെജിറ്റബിൾസ്. ബദക് പറഞ്ഞാൽ ആരാ? പക്ഷി. അപ്പൊ പക്ഷിയുടെ നേർക്ക് എന്ത് ചെയ്യാ? മാച്ച് ചെയ്യാം. ബില്ലി പറഞ്ഞാൽ ഒരു മൃഗമാണ്. അപ്പോൾ ഏതിലേക്ക് മാച്ച് ചെയ്യും? ജാൻവർ. സഫേദ് എന്ന് പറഞ്ഞ കളറാണ്. അപ്പൊ നമ്മൾ ഏതിലേക്ക് മാച്ച് ചെയ്യണം? രംഗ്. ഓക്കെ, അടുത്ത നോക്കുക. ആം എന്താണ്? അതൊരു ഫൽ, ഫ്രൂട്ട്സ് ആണല്ലോ. അപ്പോൾ ഫല്ലിലേക്ക് ചെയ്യുക. ഗുലാബ് പറഞ്ഞാൽ എന്താണ്? ഫുൽ പറഞ്ഞാൽ എന്താണ്? ഫ്ലവേഴ്സ്. മനസ്സിലായോ? അടുത്ത നോക്കൂ. കുറെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിന്റെ പിക്ചറിന്റെ പേരുകൾ നിങ്ങൾ എഴുതുക. ഓക്കെ, അടുത്തത് ലയണിന് നമ്മൾ എന്താ പറയാ? ഷേർ. ക്രോന് നമ്മൾ എന്താ പറയാ? ഖൗവ. പിന്നെന്താണ്? ടൊമാറ്റോന് നമ്മൾ എന്താ പറയാ? ടമാറ്റർ. അടുത്തത് ബിറ്റർ ഗോഡിന് എന്ത് പറയും? കരേല. പിന്നെ കണ്ണാടിന് എന്താ പറയാ? കന്നഡ. കന്നഡന് എന്താ പറയാ? ഐനക്. അടുത്തത് എന്താണ്?
കുത്ത, ഡോഗിന് എന്താ പറയാ? കുത്ത. പിന്നെ ബദക്, ഡക്കിന് എന്താ പറയാ? ബദക്. അടുത്തത് എലിഫന്റിന് എന്താ പറയാ? ഹാത്തി. അടുത്തത് ഗഡി, വാച്ചിന് എന്താ പറയാ? ഗഡി. അപ്പൊ ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ.